വിദേശയാത്രയ്ക്ക് പാസ്പോർട്ടിന് നികുതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് കൊടുക്കേണ്ട വില കൂടുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിദേശയാത്രയ്ക്ക് പാസ്പോർട്ടിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം മുൻ പാസ്പോർട്ട് ഇന്ത്യൻ പൗരന്മാർക്കൊരു സുപ്രധാന തിരിച്ചറിയൽ രേഖയായി കണക്കാക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പം പാസ്പോർട്ടുകൾ ഇനി ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകളായി കണക്കാക്കില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ജൂലൈ 1 മുതൽ പാസ്പോർട്ട് നേടുന്നതിനും പുതുക്കുന്നതിനുമുള്ള ഫീസ് മാറും എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്താലും പാസ്പോർട്ട് വീണ്ടെടുക്കുന്നതിന് ഫീസ് എന്തു വരും എന്നതിനെക്കുറിച്ച് ഇനി നമ്മൾ പരിശോധിക്കുന്നു. ഇനി എത്ര നൽകണം പാസ്പോർട്ടിന്? ഒരു വിദേശയാത്ര സ്വപ്നം കാണുന്ന ആർക്കും പാസ്പോർട്ട് പുതുക്കാൻ ഒരുങ്ങുന്നവർക്കും പുതിയ ചെലവ് വന്നിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വിവിധ വിഭാഗങ്ങളിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിരക്കുകൾ 2026 ജൂലൈ മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പാസ്പോർട്ട് റൂൾസ് 2026 പ്രകാരമാണ് ഈ വർധനവ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിലെ മാറ്റങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2 തരം പാസ്പോർട്ടുകളുണ്ട്. നമുക്കുള്ളത് 36 പേജും 60 പേജും പാസ്പോർട്ടുകളാണ്. ഇത് വിസ സ്റ്റാമ്പുകൾക്കും അതേപോലെ ഇമിഗ്രേഷൻ മുദ്രകൾക്കും ഒക്കെ ലഭിക്കുന്ന പേജുകളുടെ എണ്ണമാണ്. നമ്മൾ ഈ 36ഉം 60ഉം ഒക്കെ സാധാരണ വിദേശയാത്രകൾ കുറവുള്ളവർക്ക്, ഇപ്പം നമ്മളെപ്പോലെ ഈ സാധാരണ ചെറുതായിട്ടൊക്കെ ഒരു വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരിക്കലോ ഒക്കെ വിദേശയാത്ര നടത്തുന്നവരാണെങ്കിൽ അവർക്കൊരു 36 പേജ് പാസ്പോർട്ട് മതിയാകും. എന്നാൽ അങ്ങനെയല്ല, ബിസിനസ് ടൂറുകളും കാര്യങ്ങളും ഒക്കെയുള്ള നിരന്തരം വിദേശയാത്രകൾ നടത്തുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടത് 60 പേജുള്ള പാസ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 36 പേജുള്ള പാസ്പോർട്ടിൽ ഇനി എങ്ങനെയാകും ഫീസ് വർധനവ് വരിക അതിനെക്കുറിച്ച് നോക്കാം. 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിൽ ഇനി വരുന്ന വില പുതിയതും പഴയതും ആ രീതിയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പുതിയതും പുതുക്കലും എങ്ങനെയാണ് എന്നുള്ളത്. പഴയ ഫീസ് ഈ 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് പഴയ ഫീസ് 1500 രൂപയായിരുന്നു. 1500 രൂപ അടച്ചാൽ നമുക്കൊരു പാസ്പോർട്ട് കിട്ടുമായിരുന്നു. പക്ഷേ പുതുക്കിയ ഫീസ് എന്ന് വെച്ചാൽ 2500 രൂപയാണ്. ഈ 2500 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും 1500 പ്ലസ് 1000 ആണല്ലോ 2500. അപ്പം കൂട്ടിയിരിക്കുന്നത് 1000 രൂപയാണ്. അതായത് 67% വർധനവാണ് ഈ പാസ്പോർട്ട് പുതുക്കിയതിൽ ഈ കേന്ദ്ര സർക്കാർ വച്ചിരിക്കുന്നത്. ഇനി 36 പേജിന്റെ തൽക്കാൽ പാസ്പോർട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തൽക്കാൽ പാസ്പോർട്ടിന് നേരത്തെ 3500 രൂപയായിരുന്നു തൽക്കാൽ പാസ്പോർട്ടിന് ഫീസ് ഇനത്തിൽ നൽകേണ്ടത്. പുതിയ ഫീസ് 3500-ൽ നിന്ന് 5000 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അവിടുത്തെ വർധനവ് 1500 രൂപയാണ്. ഈ 36 പേജിൽ നിന്ന് നമ്മൾ 60 പേജുള്ള പാസ്പോർട്ടിലേക്ക് പോയാൽ 60 പേജുള്ള പാസ്പോർട്ടിന് പഴയത് 2000 രൂപയാണ്. 2000 രൂപ കൊടുത്താൽ 60 പേജുള്ള പാസ്പോർട്ട് കിട്ടുമായിരുന്നു. പക്ഷേ പുതുക്കിയ ഫീസ് 3500 രൂപയാണ്. 60 പേജുള്ള തൽക്കാൽ പാസ്പോർട്ടിലേക്ക് പോയാലും അവിടെ പഴയ ഫീസ് 4000 രൂപയായിരുന്നു. ഇപ്പോൾ 6000 രൂപ കൊടുക്കണം 60 പേജുള്ള തൽക്കാൽ പാസ്പോർട്ട് കിട്ടണമെങ്കിൽ. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ കേടുപറ്റുകയോ ചെയ്യും, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ പോയാൽ ഇനി അത് വീണ്ടെടുക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ആ ഫീസ് ഇനവും ഗണ്യമായി തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചില വിഭാഗങ്ങളിൽ 8500 രൂപ വരെ ഫീസ് നൽകേണ്ടി വരുമെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തുകൊണ്ടാണ് കേന്ദ്രം ഇപ്പോൾ ഈ പാസ്പോർട്ടിന് ഫീസ് വർദ്ധിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എന്തുകൊണ്ടാണ് എന്നതിന് സർക്കാർ ഔദ്യോഗികമായിട്ട് ഒരു കാരണം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ 2012 ശേഷം ഇതാദ്യമായിട്ടാണ് പാസ്പോർട്ട് ഫീസിൽ ഇത്രയും വലിയൊരു പരിഷ്കാരം നമ്മുടെ രാജ്യത്ത് വരുന്നത്. അത് പ്രവർത്തന ചെലവ്, സാങ്കേതിക നവീകരണം, അതേപോലെ വിവിധ സേവന ചെലവുകൾ ഇവയൊക്കെയും പരിഗണിച്ചാണ് നിരക്ക് പുതുക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒരു കൃത്യമായൊരു വിശദീകരണം ഈ വിഷയത്തിൽ ഇതുവരെയും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എന്തുകൊണ്ട് ഫീസ് വർദ്ധിപ്പിച്ചു എന്ന്, പലവിധ കാരണങ്ങൾ കൊണ്ട് വർദ്ധിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ഈ ഫീസ് വർധനവ്, പാസ്പോർട്ടിൻ്റെ ഫീസ് വർധനവ് അത് ഒരു യാത്രക്കാരനെ എങ്ങനെ ബാധിക്കും എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നവർക്ക് കൂടുതൽ ചെലവ് വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് സാമ്പത്തികമായി അവർക്ക് കൂടുതൽ ബാധ്യത വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത്, അടിയന്തര യാത്രകൾക്ക് തൽക്കാൽ സേവനം ഉപയോഗിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക ഭാരം വരും. ഇപ്പം തൽക്കാലം എടുക്കുന്നവർക്ക് അറിയാം, ഇപ്പോഴാണെങ്കിൽ തൽക്കാലം എടുക്കുമ്പോഴത്തേനും അതും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 10,000-1500 രൂപ അധികം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു സാമ്പത്തിക ഭാരമാണ് സ്ഥിരമായി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം. മറ്റൊന്ന്,
വിദേശ പഠനം, അതേപോലെ തന്നെ ജോലി, വിനോദയാത്ര എന്നിവയ്ക്ക് വേണ്ടി പാസ്പോർട്ട് അപേക്ഷിക്കാൻ ഒരുങ്ങുന്നവർ ജൂലൈ മാസം 1 മുൻപ് അപേക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിരക്കിൽ ഈ പ്രയോജനം ലഭിക്കും. അതായത് ജൂലൈ 1 മുതലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫീസ് ഇനത്തിലെ വർധനവൊക്കെയും പ്രാബല്യത്തിൽ വരിക. നിങ്ങൾ ഇന്നോ നാളെയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നോ, അതായത് ജൂലൈ 1 ആകുന്നതിന് മുൻപ് എന്ന് അപേക്ഷിച്ചാലും ഇപ്പോഴുള്ള പഴയ നിരക്കിൽ തന്നെ പാസ്പോർട്ട് ലഭ്യമാവുന്നതാണ്. പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ ചെലവേറിയതാകുമ്പോൾ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഇനി അധിക തുക മാറ്റിവെക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജൂലൈ 1 മുതലാണ് രാജ്യത്താകെ ഈ ഫീസ് വർധന പ്രാബല്യത്തിൽ വരിക. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പാസ്പോർട്ട് പുതുതായിട്ട് എടുക്കാനോ അതല്ലെങ്കിൽ പുതുക്കാനോ, നമ്മൾ മിക്കപ്പോഴും മറന്നു പോകുന്ന കാര്യം പാസ്പോർട്ട് പുതുക്കൽ. നമ്മൾ ഇപ്പം എല്ലാ മനുഷ്യരും വെറുതെയെങ്കിലും ഇപ്പം വിദേശ രാജ്യ സന്ദർശനമൊന്നും ഇല്ലെങ്കിലും നമ്മളൊക്കെ വെറുതെ ഒരു പാസ്പോർട്ടൊക്കെ എടുത്ത് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പുതുക്കാൻ മറന്നു പോകും. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് ചെയ്തേക്കൂ, അല്ലെങ്കിൽ 10,000 രൂപ അധികം കൊടുക്കേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴാണെങ്കിൽ പഴയ പൈസയ്ക്ക് തന്നെ ഇപ്പം നിലവിലുള്ള കൈസിന് തന്നെ നമുക്ക് ഒരു പാസ്പോർട്ട് പുതുക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജൂലൈ 1 മുതലാണ് ഈ ഫീസ് വർധനവൊക്കെ പ്രാബല്യത്തിൽ വരിക. ഇതിന് കേന്ദ്രം എന്താകും വിശദീകരണം നൽകുക എന്നുള്ളതാണ് നമ്മളിനി കാത്തിരിക്കുന്ന കാര്യം.